ഹലോ ഓൾ, നമ്മൾ നോക്കുന്നത് ടാൻജൻസ് ചാപ്റ്ററിൽ പേജ് നമ്പർ 169 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: ദ പിക്ചർ ഷോസ് ടു ടാൻജൻസ് ടു എ സർക്കിൾ ആൻഡ് ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി ടാൻജൻറ്റ് ആർ ഈക്വൽ. Prove that the line joining the center of the circle to the point of intersection of the tangents bisect the angle between the radii. Okay, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് പിക്ചറിൽ 2 ടാൻജൻസ് തന്നിട്ടുണ്ട് സർക്കിളിലേക്ക്, ആൻഡ് റേഡിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റേഡിയസ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്നിട്ടാണ് നമ്മൾ ടാൻജൻറ്റ് വരച്ചിരിക്കുന്നത്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ 2 ടാൻജൻറ്റിൻ്റെയും ലെങ്ത്ത് സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ഇവിടെ ഞാൻ ടാൻജൻസും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ടാൻജൻസിനെ എ ബി ആയിട്ടും അതുപോലെ എ സി ആയിട്ടും കൊടുക്കുന്നു. സെൻറ്ററിന് ഒ ആയിട്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ എയും ഒയും കൂടെ ജോയിൻ ചെയ്ത് ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ടാൻജൻറ്റും ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഉള്ള റേഡിയസും തമ്മിലുള്ള ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിളും 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ഒ സി ആൻഡ് ട്രയാങ്കിൾ എ ഒ ബി കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒ ബിയും ഒ സിയും എന്താണ്? ഒ ബി ഈക്വൽ ടു ഒ സി ആണ്. കാരണം റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടും സെയിം സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അതുപോലെ തന്നെ എ ഒ എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിൾസിനുമുള്ള കോമൺ സൈഡാണ് അല്ലേ. കോമൺ സൈഡ് ആയതുകൊണ്ട് നമ്മളങ്ങനെ എഴുതുന്നു. ഇനി ആംഗിൾ എ സി ഒ ഈക്വൽ ടു ആംഗിൾ എ ബി ഒ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ RHS ക്രൈറ്റീരിയ ഒരു റൈറ്റ് ട്രയാങ്കിളായി ഹൈപ്പോട്ടന്യൂസ് ഈക്വലായി ആൻഡ് ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി ഹൈപ്പോട്ടന്യൂസ് ഈക്വലായി ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ RHS റൂൾ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രയാങ്കിൾ എ ഒ സിയും അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ഒ ബിയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് പറയാം അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ അക്കോർഡിംഗ് ടു CPCT കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് എ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ, ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു റിസൾട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? AC ഈക്വൽ ടു AB എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 ടാൻജൻസിൻ്റെയും ലെങ്ത്ത് സെയിം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ടാൻജൻസ് ബൈസെക്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൈ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ദ ലൈൻ ജോയിനിങ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ടാൻജൻസ് ബൈസെക്ട്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൈ. ഓക്കെ, ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ ഒ സി എന്ന് പറയുന്ന എ ഒ സിയും അതുപോലെ തന്നെ ആംഗിൾ എ ഒ ബിയും ഈക്വൽ ആണ്. ഓക്കെ, ഈ ലൈൻ ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ: ആംഗിൾ എ ഒ ബി എന്തിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം? ആംഗിൾ എ ഒ സിക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അക്കോർഡിംഗ് ടു CPCT നമുക്കത് ഈസി ആയിട്ട് പറയാൻ പറ്റും, കാരണം ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ, സോ ഈ റേഡിയൻ്റെ അവിടെ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ലൈൻ എ ഒ എന്ന് പറയുന്ന ലൈൻ ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. സോ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ എ ഒ സി ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് ദിസ് ലൈൻ ഇസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി കോഡ് ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഈ എ ഒ എന്ന് പറയുന്ന ഈ ലൈൻ ഇവിടെ ഈ 2 പോയിൻറ്റ്സും കൂടെ ജോയിൻ ചെയ്ത് നമുക്കൊരു കോഡ് കിട്ടും അല്ലേ. ഈ കോഡ് CBക്ക് ഈ എ ഒ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് അടുത്തതായിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിനെ ഞാൻ D ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ
എന്നിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് സി ഡിയും ബി ഡിയും ഈക്വൽ ആണെന്നും ആൻഡ് ഇത് തമ്മിലുള്ള ആംഗിൾസ് 90 ഡിഗ്രി ആണ് എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ഈ സി ഡി ഒ എന്ന് പറയുന്ന ട്രയാങ്കിളും ബി ഡി ഒ എന്ന് പറയുന്ന 2 ട്രയാങ്കിൾസും കൺസിഡർ ചെയ്യണം. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ സി ഡി ഒ ആൻഡ് ട്രയാങ്കിൾ ബി ഡി ഒ. ഓക്കെ, അപ്പോൾ ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒ സിയും ഒ ബിയും രണ്ടും ഈക്വലാണ് അല്ലേ, റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ ആയതുകൊണ്ട് ഒ സി ഈക്വൽ ടു ഒ ബി, റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ. അതുപോലെ തന്നെ ഒ ഡി എന്ന് പറയുന്നത് 2 ട്രയാങ്കിൾസിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്, ഒ ഡി ഈക്വൽ ടു ഒ ഡി. അതുപോലെ തന്നെ ഈ 2 ആംഗിൾസും സെയിം ആണെന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ. സോ ആംഗിൾ COD equal to angle BOD ഓൾറെഡി പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് ക്രൈറ്റീരിയ പ്രകാരം 2 ട്രയാങ്കിൾസും ഈക്വലായി അല്ലേ. സോ ട്രയാങ്കിൾ CDO ആൻഡ് ട്രയാങ്കിൾ BDO ആർ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആയി അല്ലേ. അപ്പോൾ അങ്ങനെ സോ ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. സോ CDOയിൽ സി ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് ബി ഡി. സോ സി ഡിയും ബി ഡിയും ഈക്വലാണ്. അക്കോർഡിംഗ് ടു CPCT നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി ഡി എന്തിനോട് ഈക്വലാണ്, സി ഡിക്ക് ഈക്വലാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഈ 2 ആംഗിൾസും 90 ഡിഗ്രി ആണ്, പെർപെൻഡിക്കുലർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് ഇവിടെ ഒ സിയും ഒ ബിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതൊരിക്കലും 90 ഡിഗ്രി ആണെന്ന് പറയുന്നില്ല, ആ 2 ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ CDO എന്ന് പറയുന്നത് ആംഗിൾ BDOക്ക് ഈക്വലാണ്. ഓക്കെ, കാരണം ഈക്വൽ സൈഡ്സിന് ഈക്വൽ ട്രയാങ്കിൾസിൽ ഉള്ള ആംഗിൾസ് ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സോ അത് ഈക്വലാണ്. ആൻഡ് ഈ CB ഒരു ലൈൻ ആയതുകൊണ്ട് തന്നെ, സിൻസ് CB ഈസ് എ ലൈൻ, ഒരു ലൈനിലുണ്ടാകുന്ന ആംഗിൾ അല്ലേ ഇത് അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. അതായത് ആംഗിൾ CDO പ്ലസ് ആംഗിൾ BDO ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ആംഗിൾ CDOയും ആംഗിൾ BDOയും ഈക്വലാണ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ CDO എന്ന് പറയുന്നതും ആംഗിൾ BDO എന്ന് പറയുന്നതും 90 ഡിഗ്രി ആവാതെ വേറെ ഒരു മാർഗവുമില്ല. ഓക്കെ, സോ ഈ 2 ആംഗിൾസും 90 ഡിഗ്രിയാണ്. സോ 90 ഡിഗ്രി ആണെന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, 2 സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, BD ഈക്വൽ ടു CD എന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, CB എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AO എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് BC എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യനിൽ ദ പിക്ചർ ഷോസ് എ റോംബസ് വിത്ത് ഈച്ച് സൈഡ് ടാൻജൻറ്റ് ടു എ സർക്കിൾ വിത്തിൻ ഇറ്റ്, ഡ്രോ ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. 4 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. സോ 2 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു ആൻഡ് ഈ ആംഗിൾ 40 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു റഫ് ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് ഈ പോയിന്റിൽ ഈ ടാൻജൻറ്റ് വരച്ചിരിക്കുന്ന പോയിന്റിൽ ഞാനൊന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 180യിൽ നിന്ന് 40 മൈനസ് ചെയ്താൽ മതി, ദാറ്റ് ഇസ് 140 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യാനുള്ളത്. ഈ ഒരു ഫിഗർ നോക്കണ്ട, ജസ്റ്റ് വരച്ചു എന്നേ ഉള്ളൂ. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് ഫെയർ ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു.
2 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഈ വരച്ച സർക്കിളിൻ്റെ ഡയമീറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 40 ഡിഗ്രിയാണ് അവിടെ തന്നിരിക്കുന്ന ആംഗിൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 140 ഡിഗ്രി ആയിരിക്കും. സോ ഞാനിവിടെ 140 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 140 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ആ 140 ഡിഗ്രിയിൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ഡയമീറ്ററും കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് 140 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഈ 4 സർക്കിളിൻ്റെ ഈ 4 റേഡിയസ് ഈ എൻഡ്സിലും വെച്ചിട്ട് ടാൻജൻസ് വരയ്ക്കാൻ പോവാണ്. സോ 90 ഡിഗ്രി, അതുപോലെ ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി. ജോയിൻ്റ് അല്ലാത്ത പോർഷൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് ജോയിൻ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഫിഗർ. ഓക്കെ, ഈ ആംഗിൾ എന്തായാലും 40 ഡിഗ്രി ആയിരിക്കും. 40 ഡിഗ്രി ആയിരിക്കും. ഇതും 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, താങ്ക് യു.